Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer ആരാന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. Thought of today. The true character of society is revealed in how to treat his children. നെൽസൺ മണ്ടേല. കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിലാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. Signing. Good afternoon, miss. Good afternoon, all. നമുക്കിന്നൊരു ഇഡിയം പഠിച്ചാലോ? അപ്പൊ വേടെ ഏതാണ്? ഹിറ്റ് ദ സാക്ക്. ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? ടു സ്ലീപ്. സാധാരണ നമ്മൾ ഉറങ്ങാൻ പോവാണെന്ന് എങ്ങനെ പറയാ? ഐ ആം ഗോയിങ് ടു സ്ലീപ്. അപ്പോ ഐ ആം ഗോയിങ് ടു സ്ലീപ് എന്നതിന് പകരം നമുക്ക് ഇതൊരു ഇഡിയമായിട്ട് യൂസ് ചെയ്യാം. എന്താ പറയാ? ഐ ആം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക്. എന്താണ്? ഐ ആം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക്. സൈൻ ഇൻ ബൈ അഷിത. താങ്ക് യു. Very good. Good afternoon, John. Good afternoon, miss. എനിക്ക് എന്റെ സുഖമാണ് എല്ലാവർക്കും. മാം തേർഡ് ചാപ്റ്റർ എടുക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ എടുക്കുമെന്ന്.
പറഞ്ഞല്ലോ അപർണ miss എടുക്കും കേട്ടോ. ഞാനാണ് എല്ലാം എടുക്കാറ്, അപ്പൊ അപർണ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ നിക്കണേ എടുത്തോട്ടെ. നമ്മള് അത് ഇമോഷൻസ് ആണ്, സോഷ്യൽ ആൻഡ് ഇമോഷൻ ഡെവലപ്മെന്റ് ആണ് തേർഡ് ചാപ്റ്ററിലുള്ളത് കേട്ടോ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെയാണ് ആ ചാപ്റ്റർ. ഒന്ന് എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇത് ഇച്ചിരി കുറച്ച് തിയറീസ് ഒക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് എന്താ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് 4 നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഇല്ല ഇല്ല. ഇല്ല മിസ്. No, ma'am. യെസ്, വേറൊന്നുള്ള നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല പഠിപ്പിക്കാൻ, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നേരത്തെ കയറിയത് അതുകൊണ്ടാണ് കേട്ടോ. ഒന്നും സംഭവം ഒരു ദിവസം ഒരു പീരീഡ് കിട്ടുന്നതാ. അപ്പൊ അതിലെല്ലാം കൂടെ ഒപ്പിക്കണമെങ്കിൽ പഠനവും നടക്കണം അതിന്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേം എക്സാം വരുമ്പോൾ നിങ്ങൾ ഇവിടെ കിടക്കും, ചാപ്റ്ററിൽ തീരാതെ കിടക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്ത് പറ്റി ജയശ്രീ? 3 കഴിച്ചില്ലേ? ഊണൊക്കെ കഴിഞ്ഞു. ഒരു ക്ഷീണം, മയക്കം? ക്ഷീണം അയ്യോ അങ്ങനെയൊന്നുമില്ല മിസ്. ഈ ക്ലീനിങ്ങും ഓരോ കാര്യങ്ങളായിരുന്നു, അതിന്റെ ഒരു ക്ഷീണവും. ശരി. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6-month age, children achieve the capacity to focus their eyes on interesting objects in their environment. They even follow the movement of the object with their eyes. എന്താണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത്? ഇത് എവിടെയാണ് ഈ വികാസം സംഭവിക്കുന്നത്? എവിടെയാണ് ഉണ്ടാവുന്നത്? ബ്രെയിനില്. യെസ്, ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വികസനമാണ് എന്താ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പോ ഇത് ആദ്യം ബിഗിനിങ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് ഉണ്ടായത് ഏത് സ്റ്റേജിലായിരിക്കും? ഏത് സ്റ്റേജിലായിരിക്കുള്ളൂ? കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെ? എക്കോ വരുന്നുണ്ടോ? ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സ്റ്റിമുലസ്, എന്താണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് വേണ്ട. സ്റ്റിമുലസ് എന്താണെന്ന് പറയാമോ? സ്റ്റിമുലസ് ഉത്തേജനം എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? ഉത്തേജനം. എന്താണ് ഉത്തേജനം? നമുക്ക് എപ്പോഴാണ് ഉത്തേജനം ഉണ്ടാവുന്നത്? സ്റ്റിമുലസ് ഉണ്ടാവുന്നത് എപ്പോഴാണോ? മാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു മുള്ളൊക്കെ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഒരു കുഞ്ഞ് നമ്മളിത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള എക്സാമ്പിള്, ഒരു കുഞ്ഞൊരു മെഴുകുതിരി കാണാണ്. മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് മെഴുകുതിരി പോയി എന്ത് ചെയ്യും? നോർമലി എന്ത് ചെയ്യും? കുഞ്ഞ് കത്തിച്ച് വെച്ച മെഴുകുതിരിനെ പോയി എന്ത് ചെയ്യും? എടുക്കാൻ പോകും. തൊട്ട് നോക്കും അല്ലെ? തൊട്ട് നോക്കുമ്പോ എന്ത് സംഭവിക്കും? കൈ പൊള്ളും. എന്താണ്? കൈ അവിടെ തന്നെ വെച്ചോ? പൊള്ളി കഴിയുമ്പോ കൈ വലിക്കും. എന്തുകൊണ്ടാണ് കൈ വലിച്ചത്? ബോഡിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായി അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ബോഡീനെ ഒന്ന് റിഫ്ലക്സ് ചെയ്തു. അതായത് പൊള്ളലേറ്റതിനാലാണ് കുഞ്ഞ് കൈ പിൻവലിച്ചത്. അതായത് ശരീരത്തിൽ ഒരു ഉത്തേജനം സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടായി കുഞ്ഞിന് അല്ലെ? അതുമൂലമാണ്. അതിപ്പോ ഏത് തരം, ഇപ്പൊ ഒരു മുൾച്ചെടി അല്ലെങ്കിൽ കളിമുൾച്ചെടീനെ തൊട്ടാലും എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കുഞ്ഞ് അങ്ങനെ കയറി പിടിച്ചു, പെട്ടെന്ന് കൈ എന്താണ്? കൊണ്ടപ്പോ അപ്പോഴും കുഞ്ഞ് കൈ പിൻവലിക്കും. അവിടെ എന്താണ് നടക്കുന്നത്? സ്റ്റിമുലസ് റിഫ്ലക്ഷൻ ആക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഒരു ഉത്തേജനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഒരു ആക്ഷൻ ബിഗിൻ ചെയ്യുന്നത്. അവിടെ തന്നെയാണ് കോഗ്നിറ്റീവ് വികാസം അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം നമുക്ക് ആരംഭിക്കുന്നത്. അതായത് നമ്മൾ പല മൂവ്മെന്റ്സിലെയും പല ആക്ഷൻസിനെയൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഏർലി സ്റ്റേജസ്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഭാഗത്താണ്. Okay, then it represents the process of learning and adjusting to the environment.
പക്ഷെ അപ്പൊ കുഞ്ഞ് അവിടെ പൊരുത്തപ്പെടുകയല്ലേ ചെയ്തത്, കൈ പൊള്ളി അല്ലെങ്കിൽ കൈ പൊള്ളുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടും കുഞ്ഞ് അവിടെ എന്ത് ചെയ്തു, ചിലപ്പോ കുറച്ച് സമയം ഒന്ന് കരഞ്ഞു. നെക്സ്റ്റ് പിന്നെ അത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് തന്നെ ആ ഒരു ഫീലിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്? അല്ല, അത് ആ ഒരു സമയത്തേക്ക് മാത്രമുള്ള ഒരു ആക്ഷൻ അവിടെ നടക്കുന്നു അല്ലെ. പിന്നെ നമ്മൾ ഓൾറെഡി ആ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, യെസ്. ഇനി ഇവിടെ പറയുന്നത് ഒരു 6 month ഏജ് ഉള്ള കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടാണ്. അറൌണ്ട് 6 months of age, children achieve the capacity to focus their eyes on interesting objects in their environment. നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ബെഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫാൻ കറങ്ങുമ്പോൾ ഫാനെ നന്നായിട്ട് നോക്കും, സൂക്ഷിച്ച് നോക്കുന്നതാണ് അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വീട്ടിനകത്തൊരു പെയിന്റിങ്സോ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒബ്ജക്ട്സിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഫോക്കസിങ്, ഇത് കുഞ്ഞ് അതിനെ തന്നെ നോക്കിക്കൊടുക്കും. ചിലപ്പോൾ നോക്കി കരയും, ചിലപ്പോൾ അതിനോട് ചിരിക്കും, എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടേതായ ഭാഷയിൽ അത് ആ ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തന്നെ കോഗ്നിറ്റീവിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ്, വൈജ്ഞാനികമായിട്ടുള്ള വികാസം കുഞ്ഞിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഓരോ ഒബ്ജക്റ്റിനെ, പ്രത്യേകിച്ച് ഒരു 6 മാസം ആ സമയത്ത് ഓരോ ഒബ്ജക്റ്റിനെ അതിലെ കണ്ണുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാൻ, ഫോക്കസ് ചെയ്തുള്ള ആ പ്രോസസ്സിംഗ് ഒക്കെ കുഞ്ഞിൽ ആരംഭിക്കുന്നത്. മാത്രമല്ല ഒരു ഒബ്ജക്റ്റിനെ മാത്രമല്ല കുഞ്ഞ് നോക്കുന്നത്, ഒരു ഒബ്ജക്റ്റിനെ മാത്രമല്ല ചുറ്റും അല്ലെ എൻവയോൺമെന്റിൽ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് എന്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ. ഇപ്പൊ ഫാനൊക്കെ കറങ്ങുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ്, എന്താണെന്ന് അവർക്ക് അറിയില്ല, അതിന്റെ മൂവ്മെന്റ്സ് ആയിരിക്കാം, ഒന്നുമില്ല അതിന്റെ കളർ ആയിരിക്കാം, ഷേപ്പ് ആയിരിക്കാം, എന്തോ കുഞ്ഞിനെ ആകർഷിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവൻ ഫോളോ ദ മൂവ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് വിത്ത് ദെയർ ഐസ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ്സ് വരെ അവർ കണ്ടുകൊണ്ട്, ഇപ്പൊ ഫാൻ കറങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അവരിങ്ങനെ അത് അതിന്റെ മൂവ്മെന്റ്സ് കംപ്ലീറ്റ്ലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒബ്സർവേഷന്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. യെസ്. ഇനി നമ്മളൊക്കെ കുട്ടികളോട് ആന എന്ന മൃഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. ആന ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും? ആനയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്? ആന ഒരു വലിയ മൃഗമാണ്. ആന ഒരു വലിയ മൃഗമാണ്, കറുത്ത കളറിലാണ്, അതിന്റെ നീണ്ട തുമ്പിക്കൈയാണ്, നിറമാണ്, വലിയൊരു മൃഗമാണ്, വലിയ 4 കാലുണ്ട്, വലിയൊരു തുമ്പിക്കൈ ഉണ്ട്, ചൂല് പോലൊരു വാലുണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മളൊരു പിക്ചർ കൊടുക്കും, മെന്റൽ പിക്ചർ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും അല്ലെ. ദെൻ അതിനുശേഷം കുഞ്ഞത് കാണും. പിന്നീട് എപ്പോഴും ഈ ഒരു വേർഡ് നമ്മൾ എലിഫന്റ് എന്നൊരു വേർഡ് പറയുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ എന്ത് രൂപപ്പെടും? ആനയുടെ വരും അല്ലെ. അതായത് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നിങ്ങളോടാണെങ്കിലും, നമ്മളിപ്പോ വലിയ ആൾക്കാരാണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പൊ നല്ല ചുമന്ന ഒരു റോസാപ്പൂ നിങ്ങളുടെ മുൻപിൽ ഇരിക്കും, നല്ല ചുമന്ന റോസാപ്പൂവിന് മുകളിലായിട്ട് കുറച്ച് നനുത്ത മഴത്തുള്ളികൾ ഇരുന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലത് വന്നോ? യെസ്. നമ്മുടെ ചെറിയ സ്റ്റേജസിൽ ഇത് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ആനയുടെ പിക്ചർ അല്ലെങ്കിൽ പൂച്ച, കോഴി എന്നൊക്കെ പറയുന്ന സമയത്ത് ഓൾറെഡി ഒരു മെന്റൽ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ത് വികസനത്തിന്റെ ഭാഗമായിട്ടാണ്? വൈജ്ഞാനികമായിട്ടുള്ള വികസനം അവിടെ ബിഗിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ കാപ്പബിലിറ്റീസിലേക്ക് മാറുന്നത് ഈ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, യെസ്. ഇവിടെ പറയുന്നുണ്ട്, when children hear the word elephant, the mental picture most children get is of a giant animal with a long front and big ears. They learn about all things they see around them. They continuously manipulate, experiment, try out, explore, discover, and learn about objects and people surrounding them. ഇനി ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ചുറ്റുപാടിനെ ലേൺ ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് ലേൺ ചെയ്യുന്നത്? യെസ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഭയങ്കര കോൺഷ്യസ് ആണ് അല്ലെ. എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നൊരു ടെൻഡൻസി, എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി അവരിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും? നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. എന്താണ് അമ്മ അത്? എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഒരുപാട് സംശയങ്ങളാണ് അല്ലെ. ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിന്റെ ഭാഗമായിട്ട്, ഒരു എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഇനി അപ്പൊ കുട്ടികള് ചുറ്റുപാടിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെന്താണ് കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് ചെയ്യും. എന്താണ് കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? എന്താണ്?
മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാനിപ്പുലേഷൻ. അവർക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങള് ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ധാരണ വെച്ചുകൊണ്ട് പറയൂ. അപ്പൊ ആ ധാരണ വെച്ചുകൊണ്ട് അവര് ഇനി ഇപ്പൊ ഒരു മിസ് പറഞ്ഞ പോലെ ഒരു എലിഫന്റ് എന്ന് പറഞ്ഞപ്പം അതിനെ കുറിച്ച് നമ്മളൊരു മനസ്സിൽ ധാരണ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ അതിനെ കുറിച്ച് കേൾക്കുകയാണെങ്കിലും അത് നമ്മുടെ മനസ്സിലെ ഓരോ മാറ്റങ്ങള് അതിനെ കുറിച്ച് അത് നമ്മുടെ മനസ്സിൽ കുറച്ചും കൂടി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും അത്. അതെ, ഓക്കെ. അപ്പൊ കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്തായിരിക്കും? തുടർച്ചയായിട്ട് നമുക്ക് ഒരു മാനിപ്പുലേഷൻ സംഭവിക്കില്ല. എന്താണെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അനുമോളെന്ന് പറഞ്ഞേ. അവരുടെ മനസ്സിൽ മുൻധാരണയോട് കൂടിയുള്ള ചിന്തയാണോ സാർ? ആണോ ലുദിയ പറഞ്ഞു കൊടുത്തേ അവർക്ക്. നമ്മളെ പറയാം എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഒരു ആനയുടെ പിക്ചർ ആണെങ്കില് നമ്മള് മുന്നേ ആദ്യം പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ആന എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അവര് നമ്മളെ എപ്പോഴെങ്കിലും ആനേനെ കാണുമ്പോ അവർക്ക് മനസ്സിലാവുമല്ലോ. അതായത് ശരിക്കും നമ്മളൊരു കാര്യം പറയുന്നതിലൂടെയും അത് കാണുന്നതിലൂടെയും അവരുടെ മനസ്സിൽ അത് പതിയും ആ പിക്ചർ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് അറിവുകൾ ലഭിക്കുമ്പോ അത് ക്ലിയർ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ആനയുടെ ആ ഒരു ഇത് അവരുടെ ഉള്ളില് ഉണ്ടല്ലോ. പിന്നെ അത് കാണുമ്പോ അവർക്കത് അവര് എന്താ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടി എന്താണ് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും അല്ലെ. അപ്പൊ കുറച്ചും കൂടി പിന്നെയും പിന്നെ അതിനറിയാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹൃദയത്തോളം കൗതുകം കിട്ടിക്കും അല്ലെ. അപ്പൊ അത് ഒന്നുകൂടി അതെന്താണെന്ന് അറിയാനുള്ളൊരു അവിടെ ശരിക്കും പറഞ്ഞ ക്യൂരിയോസിറ്റി എന്നൊരു ടെൻഡൻസിയാണ് അവിടെ നിൽക്കുന്നത് കുട്ടിക്ക് നിരന്തരമായിട്ട് ഓരോന്നും പുതിയതായിട്ട് കണ്ടെത്താനായിട്ട്. ഓക്കെ മിസ്, അതെന്താന്ന് വെച്ചാലേ ഞാനൊരു കാര്യം പറയുന്നത്, ഇപ്പൊ എന്റെ മോനിപ്പം 2 വയസ്സാവുന്നു. അപ്പൊ അവന് നമ്മള് ഇപ്പൊ ആന നമ്മൾ ജസ്റ്റ് ആദ്യം പറഞ്ഞു കൊടുത്തു, പിന്നെ നമ്മൾ എവിടെയെങ്കിലും കണ്ടു, പിന്നെ നമ്മൾ എപ്പൊ കാത്തു വെച്ചാൽ അപ്പൊ കൈ പൊക്കിയിട്ട് ഈ ആനയുടെ വെക്കാനേ അവർ പറയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവർ കാണും കൂടി ചെയ്യുമ്പോ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടും. അത് പിന്നെയും കാണണം ഒരു ഇത് ഉണ്ടാവും അവർക്ക്. വെരി ഗുഡ്. ഇതിലേക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. കാരണം വെച്ചാൽ ആ ഏജ് 2 വയസ്സായതുകൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന പരിപാടിയുള്ള സമയമാണത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എക്സ്പെരിമെന്റ്. എന്താണ് എക്സ്പെരിമെന്റ്? ട്രൈ ഔട്ട്, എക്സ്പ്ലോർ, ഡിസ്കവർ ആൻഡ് ലേൺ അബൌട്ട് ഒബ്ജക്ട്സ് ആൻഡ് പീപ്പിൾ സറൗണ്ടിങ് ദം. നമ്മളിപ്പോ പറയുന്നത് കുട്ടികൾ അവരുടെ ചുറ്റുപാടിനെ കുറിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനും. എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അത് ഇപ്പൊ പൂക്കളാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളാണെങ്കിലും അതിനെ തൊട്ട് മറിഞ്ഞൊക്കെ ഫീൽ ചെയ്ത് അറിയാനായിട്ട് പരസ്പരം ശ്രമിക്കല്ലേ. പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അറിയില്ല അല്ലെ. എന്ന് വെച്ചാൽ പെയിൻ വരെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത്, വേദന എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അത് തൊട്ടാ വേദനയ്ക്ക് അല്ലെങ്കിൽ അത് അപകടമാണെന്നൊക്കെ തിരിച്ചറിയണം. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി മാത്രം ട്രൈ ചെയ്ത് മാത്രമേ അവർക്ക് ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്താണ്, പല പ്രാവശ്യം അത് ആവർത്തിച്ച് ചെയ്യുന്നു. ദെൻ എക്സ്പ്ലോർ, ചിലപ്പോൾ കണ്ടെത്തും, ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങള് പരസ്പരം കണ്ടെത്തിന്നിരിക്കാം അല്ലെ. പ്രകൃതിയിൽ നിന്ന് പല കാര്യങ്ങൾ അവർ ഡിസ്കവർ ചെയ്തെന്നിരിക്കും. അതായത് അവരുടെ ചുറ്റുമുള്ള ഒബ്ജക്ട്സിൽ നിന്ന് മാത്രമാണ് കുട്ടികൾ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്. അതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടുള്ള വികസനമാണ് കുട്ടിയിൽ സംഭവിക്കുന്നത്? വൈജ്ഞാനിക വികാസം കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളോ മാറ്റങ്ങളോ കുഞ്ഞിലുണ്ടാകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ സ്റ്റിമുലസ് പ്രവർത്തനം അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻസിലൂടെയാണ് നമ്മളിൽ വൈജ്ഞാനികമായിട്ടുള്ള വികാസം ആരംഭിക്കുന്നത്. ഓക്കെ, ദെൻ ഓരോ ഏജ് കഴിയുന്നതിനനുസരിച്ച് എന്താണ് വൈജ്ഞാനിക വികാസം കുട്ടികളിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കും. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് പരിസ്ഥിതിയിൽ കൂടിയാണ്. അതായത് എൻവയോൺമെന്റിൽ നിന്നുമാണ് കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് as a cognitive development proceeds, children's thinking ability, their vocabulary also increase to include comparative terms such as big, small, tall, short. They also include spatial terms such as above and below, near and far in their speech. Okay, പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വൈജ്ഞാനിക വികാസം കുട്ടികൾ സംഭവിക്കുന്ന സമയത്ത്
തിങ്കിങ് എബിലിറ്റീസ് മാറുന്നു. കുട്ടികളുടെ ചിന്താശേഷികളില് ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നു. ചിന്തയിൽ വ്യത്യാസം വരുമ്പോൾ, ചിന്തയിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്ന സമയത്താണെങ്കിലും സംഭവിക്കുന്നത് വൊക്കാബുലറീസ് ഇൻക്രീസ് ചെയ്യുന്നത്. വൊക്കാബുലറി എന്താണ്? പദാവലികൾ അല്ലെ, വേർഡ്സുകൾ, പല ടൈപ്സിലുള്ള വേർഡ്സുകൾ കുഞ്ഞുങ്ങള് പറയാൻ ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് കമ്പാരിറ്റീവ് ടേംസുകൾ. എന്താണ് കമ്പാരിറ്റീവ് ടേംസുകൾ എന്ന് പറയുന്നത്? നോക്കൂ, എന്താണ് കമ്പാരിറ്റീവ് ടേംസ്? താരതമ്യം ചെയ്യാൻ ബിഗ്, സ്മോൾ, ടോർഷൻ അല്ലെ, വലുത് ചെറുത് അല്ലെ, കുഞ്ഞു ബോൾ കണ്ട ചെറിയ ബോള്, വലിയ ബോൾ, ഇതൊക്കെ കുഞ്ഞു തിരിച്ചറിയും അല്ലെ. അതായത് പ്രത്യേകിച്ച് കമ്പാരിറ്റീവ് ആയിട്ടുള്ള, ആദ്യം കുഞ്ഞുങ്ങള് പദാവലികൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം വേർഡ്സുകളാണ് പഠിക്കുന്നത് അല്ലെ. വലിയ ബോൾ ആയിരിക്കും, ചെറിയ പാവ, അങ്ങനെയുള്ള ചെറിയ കാര്യം, ചെറിയ ഗ്ലാസ്, വലിയ സ്കൂള്, അങ്ങനെ ഒബ്ജക്റ്റുകളാണ് അവർ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കുന്ന വൊക്കാബുലറി വേർഡ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് വൈജ്ഞാനികോത്സവത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ വാക്യം പഠിക്കുന്നത് ഇത്തരം ബിഗ്, സ്മോൾ, ഷോർട്ട് തുടങ്ങിയ വാക്കുകളാണ്. അതോടൊപ്പം തന്നെ എന്താണ്, സ്പേഷ്യൽ ടേംസ് കൂടി കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്പേഷ്യൽ ടേംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എബവ്, ബിലോ, നിയർ, ഫാർ ഇൻ ദർ സ്പീച്ച്. അവരുടെ സംസാരത്തിൽ ഈ ടേംസുകൾ വരുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ കുഞ്ഞുങ്ങൾ അത് തിരിച്ചറിയുന്നു അല്ലെ. പാവ മുകളിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ അടുത്താണ്, അച്ഛൻ ദൂരെയാണ്, വണ്ടി അവിടെയാണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ. അങ്ങനെയുള്ള സ്പേഷ്യൽ ടേംസുകൾ കൂടി കുട്ടികള് ഈ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചറിയുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് നടക്കുന്ന എന്താണ്? തിങ്കിങ് എബിലിറ്റീസിൽ വ്യത്യാസം ഉണ്ടാകുന്നു, വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നു, കമ്പാരിറ്റീവ് ആയിട്ടുള്ള ടേംസുകൾ പഠിക്കുന്നു, സ്പേഷ്യൽ ആയിട്ടുള്ള ടേംസുകൾ കുട്ടികൾ അവരെ സ്പീച്ചിൽ ഉൾപ്പെടുത്താണ്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്സിന് ഒരുപാട് ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. കുട്ടിയുടെ ഭാഷാ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഒരു അടിത്തറ, ഈ ഫൗണ്ടേഷൻ എന്നൊരു സ്റ്റേജ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് വികാസം സംഭവിക്കുന്ന സമയത്താണ്. ഓക്കെ, language children use clearly reflects the level of their cognitive development. Children in 3 to 6 years age group talk and understand about things that they touch, see, or experiences through their senses. ഇനി ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ പല കാര്യങ്ങളും പ്രത്യേകിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? അവരുടെ 5 സെൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 സെൻസുകൾ? നമ്മുടെ ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്. ഞാൻ ഒന്നുകൂടി വിശദമാണ് മിസ്. ടങ്ക്, സ്കിന്ന്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്, സ്കിൻ. ഐസ്, നോസ്, ഇയേഴ്സ് മെയിൻ ആണ്. അല്ല, ഐസ്, നോസ്, ഇയേഴ്സ് മെയിൻ ആണ് മിസ് തോന്നുന്നത് ഓർഗാനിസം. ഓക്കെ, 5 സെൻസും അല്ലെ, 5 പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കുട്ടികൾ പല കാര്യങ്ങളും ഈ ഒരു സ്റ്റേജിൽ കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടും അറിഞ്ഞും തൊട്ടും കേട്ടൊക്കെയാണ് കുട്ടികൾ പല കാര്യങ്ങളും ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സമയത്ത് they cannot understand or talk about abstract things such as honesty. ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് എങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? അബ്സ്ട്രാക്ട് ആയിട്ട് തിങ്ക് ചെയ്യാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സ്ട്രാക്ട് തിങ്കിങ് കാണാത്ത കാര്യം, അതായത് നമ്മൾ തൊടാത്ത കാര്യങ്ങളില്ലേ, അതായത് ഇപ്പൊ നമ്മൾ ഒരു ക്ഷമ, സ്നേഹം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ലല്ലോ. അതായത് അങ്ങനെയുള്ള അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഭയങ്കര അർത്ഥം പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു വികാരം അത്തരം ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് കുട്ടികൾ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഓണസ്റ്റി. എന്താണ് ഓണസ്റ്റി? വിശ്വാസം, സത്യസന്ധത. പോലുള്ള അമൂർത്തമായിട്ടുള്ള വികാരങ്ങളൊക്കെ മനസ്സിലാക്കാനോ അത്തരം സ്റ്റേജിലൊന്നും ഈ കുട്ടികൾ ഈ 3 to 6 ഇയേഴ്സിലുള്ള കുഞ്ഞുങ്ങളില് അത്തരത്തിലുള്ള കപ്പാസിറ്റി ഈ ഒരു സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കാര്യത്തിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള, ഒരു വികാരത്തിന്റെ അർത്ഥം എന്താണെന്നുള്ള അത്തരം തിരിച്ചറിവുകളൊന്നും ഈ ഒരു സമയത്ത് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്തുമാത്രമാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേജില് വൊക്കാബുലറീസ് ഇൻക്രീസ് ചെയ്യുന്നു, പല ടൈപ്സിലുള്ള ടേംസുകൾ പഠിക്കുന്നുണ്ട്, പിന്നെ കൂടുതലും അവരുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ടിട്ട് പല കാര്യങ്ങളും ലേൺ ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഓക്കെ, ഇതെല്ലാം സംഭവിക്കുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ വികസനത്തിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ മെയിൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ പറഞ്ഞത്?
മനസ്സിലായി മാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെറോമസ് ബ്രൂണറുടെ ഒരു തിയറിയാണ്. ഇവിടെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടോ തിയറിനെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റേജ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ സൈക്കോളജി പഠിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റൈൽ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ജെറോമസ് ബ്രൂണറുടെ തിയറിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്തേ. പേര് നോട്ട് ചെയ്യാം കേട്ടോ. ജെറോം എസ് ബ്രൂണർ. ജെറോം എസ് ബ്രൂണർ. മാം സ്പെല്ലിംഗ് JEROME. ജെറോം എസ് ബ്രൂണർ. ബി ക്യാപിറ്റൽ എഴുതണം കേട്ടോ. BRUNER. ഹസ്ന ഓഡിയോ ഓൺ ആക്കുമ്പോഴേ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് മിസ്. ഓക്കെ, മിസ് ഒന്നുകൂടെ പറയോ ജസ്റ്റ്? ജെറോം എസ് ബ്രൂണർ ടൈപ്പ് ചെയ്തിരുന്നോ? അതിന് ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ? ജെറോം ക്യാപിറ്റൽ ജെ കഴിഞ്ഞിട്ട് എസ് ക്യാപിറ്റൽ ആണ്, ബി ക്യാപിറ്റൽ ആണ് കേട്ടോ. ബ്രൂണർ. നമ്മളപ്പോ ഇതിനെ ബ്രൂണറിന്റെ തിയറി എന്നും പറയാറുണ്ട് കേട്ടോ. യെസ്, വെരി ഗുഡ്. രമ്യ ഇട്ടിട്ടുണ്ട് കേട്ടോ. യെസ്, വെരി ഗുഡ്. യെസ്, ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി എന്ന് പറയാറുണ്ട്, ബ്രൂണോസ് തിയറി എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ജെറോമസ് ബ്രൂണറിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് വിളിക്കുന്നത്, അതായത് സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ബ്രൂണറിന് മാത്രമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാറി പോകരുത്. നമ്മൾ ഇവിടെ രണ്ട് തിയറി പഠിക്കുന്നുണ്ട്. ഒന്ന് പിയാഷയുടെ തിയറിയും പഠിക്കുന്നുണ്ട്, ബ്രൂണറുടെ തിയറിയും പഠിക്കുന്നുണ്ട്. ഇതില് സ്റ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും മാറിപ്പോകുന്നത്. അപ്പൊ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണിത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാൻ പോകുന്നതും എക്സാമിന് നിങ്ങൾ ഇച്ചിരി പെടാൻ പോകുന്നതും ഈ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. ഓരോ സ്റ്റേജസും ഓരോ ഏജിലുള്ള എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും മാറിപ്പോകരുത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ബ്രൂണറിന്റെ തിയറിയിൽ 3 സ്റ്റേജ് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. 3 സ്റ്റേജ്. പിയാഷയുടെ തിയറിയിൽ 4 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പൊ ബ്രൂണറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാട്ടെ. ഇപ്പൊ ഈ തിയറി മാത്രം പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിനെ 3 സ്റ്റേജിലാണ് വിവരിക്കുന്നത്. ഫസ്റ്റ് 1 സ്റ്റേജ് ഏതാണ്? എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എനാക്റ്റീവ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഐക്കോണിക് സ്റ്റേജ്, അത് കഴിഞ്ഞിട്ടാണ് സിംബോളിക് സ്റ്റേജ്. നിങ്ങൾ ഒരിക്കലും തിരിച്ചു മറിച്ച് എഴുതി പോകരുത്. ഇത് കറക്റ്റ് ഓർഡർ ആണ് കേട്ടോ. യെസ്, നമുക്ക് ആദ്യത്തെ സ്റ്റേജ് പഠിക്കാലോ. എന്താണ് എനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം? ആദ്യത്തെ ഘട്ടമാണ് എന്ത്? എനാക്റ്റീവ് സ്റ്റേജ്. ഈ എനാക്റ്റീവ് സ്റ്റേജിൽ കുട്ടികൾ എങ്ങനെയാണ് കുട്ടികളിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ? ഓക്കെ, this stage is characterized by the child description of the things and events in terms of suitable motor responses activities. In this stage, the child know the world only through the medium of operation, not through the words or images. For example, the infant understands his environment by touching, biting, and grasping. ഇതിൽ മനസ്സിലായോ? ഇന്ന് മനസ്സിലായില്ലേ അല്ലേ? ഇനാക്റ്റീവ് സ്റ്റേജ് എന്താണ്? പ്രവർത്തന ഘട്ടം. പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ? പ്രവർത്തിക്കുക, ആക്ഷൻ അല്ലെ? ആക്ഷൻ. ഇപ്പൊ കുട്ടികൾ ഈ സ്റ്റേജില് എങ്ങനെയായിരിക്കും നോളജ് അക്യൂർ ചെയ്യുന്നത്? ഈ സ്റ്റേജില് എന്തിലൂടെ ആയിരിക്കും? ആക്ഷൻ. സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടി ആക്ഷൻസിലൂടെയാണ് അല്ലെ? നോളജ് അക്യൂർ ചെയ്യുന്നത് ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയാണ്. ഇവിടെ വേർഡ്സോ ഇമാജസോ കണ്ടല്ല കുഞ്ഞു പഠിക്കുന്നത്, അല്ലെങ്കിൽ നോളജ് പഠിക്കുന്നത് എങ്ങനെയാണ്? ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ അവരുടെ ബോഡി മൂവ്മെന്റ്സിലൂടെ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ? The infant understands his environment by touching, biting and grasping. Touching, biting, grasping എന്ന് പറയുന്നത് ആക്ഷൻസ് അല്ലേ? ടച്ച് ചെയ്യുന്നത്, ബൈറ്റ് ചെയ്യുന്നത്, ഗ്രാസ്പ് ചെയ്യുന്നതൊക്കെ എന്താണ്? ആക്ഷൻ റിലേറ്റഡ് ആണ് അല്ലെ? അതായത് പ്രവർത്തന ഘട്ടത്തില് കുട്ടികള് നോളജ് പഠിക്കുന്നത് ആക്ഷൻസിലൂടെ അഥവാ ആംഗ്യങ്ങളിലൂടെയാണ് നോളജ് പഠിക്കുന്നത്. അവിടെ വേർഡ്സോ ഇമാജസോ ഒന്നുമല്ല. അവരുടെ മീഡിയം ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻസ് ആണ്.
പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കി അവിടെ തന്നെ മൈക്ക് ഓൺ ചെയ്യില്ല കേട്ടോ. ആക്റ്റീവ് സ്റ്റേജിന്റെ അവിടെ സൈഡിൽ നിങ്ങൾ എഴുതി വെക്കുക റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. ഓക്കെ, റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. ആക്റ്റീവ് സ്റ്റേജിൽ കുട്ടികൾ എങ്ങനെയാണ് നോളജ് പഠിക്കുന്നത്? ഇതിലൂടെയാണ് ആക്ഷൻസിലൂടെ അഥവാ ആംഗ്യങ്ങളിലൂടെ. ഓക്കെ, representation of knowledge through actions. Clear? മനസ്സിലായല്ലോ ഒന്നാമത്തെ സ്റ്റേജ്? ശ്രദ്ധിക്കണം കേട്ടോ. യെസ്. അപ്പൊ കുട്ടി ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ് ബ്രൂണർ പറഞ്ഞു, ആക്ഷൻസിലൂടെയാണ് കുട്ടികളുടെ വൈജ്ഞാനിക ഡെവലപ്മെന്റ്സ് സംഭവിച്ചത്. ഇനി അവന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജ്, ഐക്കോണിക് കാച്ചൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഐക്കോണിക് കാച്ചൽ കേട്ടിട്ടില്ല നിങ്ങള്? യെസ്. ഓക്കെ, എന്തായിരിക്കും ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്? ഇതിനെ നമ്മൾ മലയാളത്തില് ബിംബനഘട്ടം എന്ന് പറയും. ബിംബനഘട്ടം എഴുതിയെടുത്തില്ലേലും കുഴപ്പമില്ല, അറിഞ്ഞാൽ മതി കേട്ടോ. ബിംബനഘട്ടം. This stage is characterized by the child description of things and events in terms of audio-visual images or mental picture. In this stage, information is gained by imagery and the child as a prisoner of his affective world. Okay, second stage ആണ് the iconic stage. ഇവിടെ എങ്ങനെയാണ് കുഞ്ഞ് നോളജ് പഠിക്കുന്നത്? ഇങ്ങനെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഇവിടെ. Audio and pictures. Representation of knowledge through images. അല്ലേ? Representation of knowledge through audio visual images ലൂടെ അല്ലേ? ഓഡിയോ വിഷ്വൽ ഇമാജസിലൂടെയാണ് കുട്ടികള് ഇവിടെ അവൻ വസ്തുവിന്റെയും കടന്നു പോകുന്നത് അല്ലേ? ദൃശ്യത്തിലൂടെയും സംഭവങ്ങളിലൂടെയും ഒക്കെ. യെസ്, റെപ്രസെന്റേഷൻ ഓഫ് ഇമാജസ് ആണ് അല്ലെ? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ഇമാജസ് അല്ലെങ്കിൽ മെന്റൽ പിക്ചർ. നമ്മൾ പറഞ്ഞില്ലേ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആന എന്ന് പറഞ്ഞ സമയത്ത് കുട്ടിക്ക് ആനയുടെ പിക്ചർ മനസ്സിൽ വന്നെന്ന് പറഞ്ഞില്ലേ? ഏത് സ്റ്റേജിലാണ്? ഐക്കോണിക് സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് മാത്രമേ മെന്റൽ പിക്ചർ കുട്ടിയിലെ രൂപപ്പെടുള്ളൂ. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഇൻ ദ സ്റ്റേജ് ഇൻഫർമേഷൻ ഈസ് ഗെയിൻ ബൈ ഇമാജറി. നമ്മൾ പറഞ്ഞില്ലേ ഇമാജസിലൂടെയാണ് കുട്ടികൾ ഇവിടെ ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആൻഡ് ദ ചൈൽഡ് ഈസ് എ പ്രിസണർ ഓഫ് ഹിസ് അഫക്റ്റീവ് വേൾഡ്. എന്താണ് അങ്ങനെ പറയുന്നത്? ചൈൽഡ് ഈസ് എ പ്രിസണർ ഓഫ് ഹിസ് അഫക്റ്റീവ് വേൾഡ് എന്ന് പറയുന്നത്. പ്രിസണർ, പ്രിസണർ എന്താണ് പ്രിസണർ? അടിമ. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഫ്രേസ് പോലെ അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജിനെ നമ്മൾ ഒരു പ്രതിരൂപം പോലെ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മ പല ആന കോഴി എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും അവരുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട് അല്ലേ? കുട്ടിയുടെ മനസ്സിൽ നമ്മൾ എത്രത്തോളം പിക്ചർ പറഞ്ഞു കൊടുത്താലും അവരുടേതായ മനസ്സിൽ രൂപപ്പെടുന്ന പിക്ചർ അത് അവരുടെ ലോകത്ത് മാത്രം ഉണ്ടാവുന്നതാണ് അല്ലെ? നമ്മൾ എത്ര ഭംഗിയുള്ള പച്ചക്കോഴി, മഞ്ഞക്കോഴി, പന്നി എന്താണ് വെളുത്ത ആട്, കറുത്ത ആട് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും അവരുടെ മനസ്സിൽ അവരുടെ മൈൻഡിൽ രൂപപ്പെടുന്നത് വ്യത്യസ്തമായിട്ടുള്ള രൂപമായിരിക്കും. അതായത് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നതല്ല കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. അത്ര മനസ്സിലാക്കിയുണ്ട് അല്ലെ? അതായത് അവരുടെ അഫക്റ്റീവ് വേൾഡിൽ, അതായത് അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡിൽ അവരുടെ മെന്റൽ പിക്ചർ മാത്രമേ രൂപപ്പെടുള്ളൂ. ഓക്കെ, നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴിയുടെ പടം പറഞ്ഞു കൊടുത്താലും അവർക്ക് അവരുടേതായ മെന്റൽ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ അതിനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനെ ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഐക്കോണിക് സ്റ്റേജിലെ കുട്ടികള് ഇമാജസിലൂടെയാണ് ഇൻഫോർമേഷൻസ് പഠിക്കുന്നത്. ഇൻഫോർമേഷൻസ് പ്രോസസ്സിംഗ് നടക്കുന്നത് ഇമാജസിൽ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ അല്ലെങ്കിൽ മെന്റൽ പിക്ചേഴ്സിലൂടെയാണ്. ഓക്കെ, യെസ്. ഐക്കോണിക് സ്റ്റേജ് മനസ്സിലായോ? ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവണില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണം കേട്ടോ, ക്ലിയർ ആവുന്നില്ലെങ്കിൽ. ഓക്കെ, then symbolic stage. മൂന്നാമത്തെ ഘട്ടം അതാണ് symbolic stage. During the stage symbolic representation. ഇത് ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ആ പേരിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ കിട്ടും ഏത് സ്റ്റേജ് ആണെന്നല്ലേ? യെസ്.
During this stage, symbolic representation in the form of words, symbols, and other imaginary abstract phenomena take place of motor activities and audiovisual images. Here, the child using symbolic activities such as language and mathematics. Okay, symbolic stage. എന്തായിരിക്കും സിംബോളിക് സ്റ്റേജിന്റെ പ്രത്യേകത? ഇത്രയും ടീച്ചർ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അറിയാവുന്നത് പോലെ ട്രൈ ചെയ്യാം. അത് വായിച്ചു നോക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ എങ്ങനെയാ പഠിക്കുന്നത്? സിംബിൾസിലൂടെ അല്ലെങ്കിൽ സിംബോളിക് റെപ്രസെന്റേഷൻസിലൂടെയാണ് കുട്ടി ഇവിടെ നോളജ് പഠിക്കുന്നത് അല്ലെ? ഓക്കെ, യെസ് ആണോ? സിംബിൾസ് ലാംഗ്വേജിലൂടെയും മാത്തമാറ്റിക്സിലൂടെയും. യെസ്, സിംബിൾസ് മാത്രമാണോ അവിടെ വരുന്നത്? അല്ല മിസ്, ഭാഷ. അതിൽ ഉൾപ്പെടുന്നുണ്ട്. Yes, very good. Symbolic representation in the form of words, symbols, and other imaginary abstract phenomena. അപ്പോൾ നമ്മള് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബ്രൂണർ പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് എന്നാണ് അദ്ദേഹം ഈ സ്റ്റേജിനെ പറയുന്നത്. അതായത് സിംബോളിക് സ്റ്റേജ് ആണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സിംബോളിക് സ്റ്റേജിനെ ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ട് അദ്ദേഹം പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നമ്മളിപ്പം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ പഠിക്കുന്നേ, അപ്പൊ ബുദ്ധിപരമായിട്ട് ഒരു കുട്ടി ഏറ്റവും ഒരു തരത്തിലേക്ക് എത്തുന്നത് ആ ഒരു സ്റ്റേജിലാണ്. വെരി ഗുഡ്, യെസ്, വെരി ഗുഡ്. അതായത് ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് 2 സ്റ്റേജുകൾ കഴിഞ്ഞു വന്നതിന് ശേഷം ഏറ്റവും ബേസിക് സ്റ്റേജിൽ അവരെ എത്തിച്ചേർന്നത് അല്ലെ? ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് വൈജ്ഞാനിക പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാന മേഖല എന്ന് പറയുന്നത് സിംബൽസിലൂടെ കുട്ടികളെ പഠിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള സബ്ജക്ട്സ്? ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ലെ? അത് കുറച്ച് ഡിഫിക്കൽട്ട് സബ്ജക്ട് അല്ലേ നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം? ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് മീൻസ് എനി ലാംഗ്വേജസ് ഉദ്ദേശിക്കണം അല്ലെ? മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ്, എല്ലാ ലാംഗ്വേജസ് അതിൽ വരാം അല്ലെ? അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, നമ്പേഴ്സ്, കൗണ്ടിങ്, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ, ഡീവിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്താണ് അത്യാവശ്യം? സിംബോളിക് നോളജ് അല്ലെങ്കിൽ സിംബോളിക് പ്രോസസ്സിംഗ് നമുക്ക് നല്ല രീതിയിൽ നടന്നിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് അത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ ചില സമയത്ത് കുട്ടികളെ മാത്സ് പഠിപ്പിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേജില് കുറെ സമയം പഠിപ്പിച്ചിട്ട് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ? എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ ചില കുട്ടികൾ ക്യാച്ച് ചെയ്യില്ല. നമ്മൾ എത്ര 1 മുതൽ 10 വരെ എഴുതി കൊടുത്താലും ആ ഓർഡർ തന്നെ തെറ്റിച്ച് എഴുതും അല്ലെ? 1 കഴിഞ്ഞിട്ട് 4 എഴുതും, 6 എഴുതും, 7 എഴുതും, ഇതൊക്കെ തെറ്റിക്കും അല്ലെ? യെസ്, അപ്പൊ അത് കറക്റ്റ് പ്രോസസ്സിംഗ് ആയിട്ടില്ല. സിംബോളിക് സ്റ്റേജിൽ പൂർണ്ണമാവാതെ കുട്ടിയിൽ അത് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അത് എല്ലാ കുട്ടികളും പല രീതിയിലായിരിക്കും പോകുന്നത്. എല്ലാവർക്കും ഒരേപോലെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ടാവണമെന്നില്ല. അതും അതിന്റെ ഭാഗമാണ് കേട്ടോ. മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മാത്സ് പോലുള്ള സബ്ജക്ട്സുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ സിംബോളിക് സ്റ്റേജ്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ളതാണ് കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിംബോളിക് സ്റ്റേജ് ആണെന്നാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അത് എഴുതി വെച്ചോളൂ. Symbolic stage is considered as the highest stage in Bruner's cognitive developmental theory. Symbolic stage is considered as the highest stage in Bruner's cognitive developmental theory. Yes. Okay. അപ്പം നമ്മള് ബ്രൂണറുടെ തിയറി ആണ് നമ്മൾ പഠിച്ചത്. അദ്ദേഹം 3 സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഒരാളുടെ ഭൗതിക വികാസം അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന വികാസങ്ങള് പ്രധാനമായിട്ടും 3 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലെ? അതായത് അദ്ദേഹത്തിന്റെ അവരുടെ 3 അനുഭവങ്ങളാണ്. ശരിക്കും സീക്വൻഷ്യൽ സ്റ്റേജിലെ കുട്ടികൾ എന്താണ്? എക്സ്പീരിയൻസിലൂടെയാണ് പലതും പഠിക്കുന്നത് അല്ലെ? ആക്ഷൻസിലൂടെ, ഇമാജിൻസിലൂടെ, സിംബൽസിലൂടെ, ഇതെല്ലാം എന്താണ്? എക്സ്പീരിയൻസ് ചെയ്താണ് കുട്ടികൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നത് അതിനെ സീക്വൻഷ്യൽ സ്റ്റേജ് ആണെന്നാണ്. സീക്വൻസ് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ? സീക്വൻസ്. ഓക്കെ, അതായത് 3 സ്റ്റേജുകൾ, വ്യത്യസ്തമായിട്ടുള്ള 3 സ്റ്റേജുകൾ കുട്ടികൾ അനുഭവങ്ങളിലൂടെയാണ് അവരുടെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ 3 സീക്വൻഷ്യൽ സ്റ്റേജസ് ഏതൊക്കെയാണ്? എനാക്റ്റീവ് സ്റ്റേജ്,
iconic stage and symbolic stage. Enactive stage കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്? Enactive സ്റ്റേജിൽ എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്? ആക്ഷനിലൂടെ Yes. Representation of knowledge through action. through action. ഐക്കോണിക് സ്റ്റേജിൽ എങ്ങനെയാണ്? ഓഡിയോ വിഷ്വൽ ഇമേജസ്. സിംബോളിക് സ്റ്റേജിൽ എങ്ങനെയാണ്? സിംബോളിക് സ്റ്റേജില് സിംബൽസ്. സിംബൽസ് അല്ലെ, അല്ലെങ്കിൽ സിംബോളിക് വേർഡ്സ് Language. അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്സിലൂടെയാണ് എന്ത് ആ ഒരു സ്റ്റേജിലൂടെ അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ടീച്ചർ ഒരു കാര്യം പറയാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. എങ്ങനെയാണ് വരുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. അതിനു മുമ്പായിട്ട് ചോദിക്കട്ടെ, എല്ലാവർക്കും ഒരേപോലെ തന്നെ തീയതി മനസ്സിലായോ? മനസ്സിലായി മിസ്. അതെങ്ങനെ മനസ്സിലാവും ഒരേപോലെ? ഒരേപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അല്ലെ? നിങ്ങൾ പലരും ഇത് പല രീതിയിലായിരിക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സിന് എങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ അല്ലെ? ഞാൻ പറയുന്നത് ചിലരെന്താണ് അതേപോലെ തന്നെ ആ വേർഡ്സ് വരെ എഴുതി വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ. പക്ഷെ എങ്കിലും നിങ്ങൾ തിയറിയെ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടേതായ രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ ആസ് എ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നിങ്ങൾ ഏത് തിയറീസ് ആണെങ്കിലും നമ്മൾ നമ്മളുടേതായ രീതിയിൽ ആ കാഴ്ചപ്പാടിൽ കാണും. അങ്ങനെ പഠിക്കുമ്പോഴാണ് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ് മാം. നിങ്ങൾ വീഡിയോ ഒന്നും വേണ്ട, ഇതിലൊന്നും കുഴപ്പിച്ചത് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടൂല എന്ന് പറയാനും പറ്റില്ല കേട്ടോ. ചിലപ്പോ ഇടും. ഓക്കെ, അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? Who emphasized the concept of cognitive developmental theory? ആരാണ് cognitive developmental theoryയുടെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? ആരാണ്? ജെറോമസ് ബ്രൂണർ. ഓക്കെ, ശരി. വേറെ ചോദ്യം ചോദിക്കാം. മിസ് ക്വസ്റ്റ്യൻസ് എഴുതി എടുക്കണോ? എന്താ ഞാൻ പറഞ്ഞു തന്നോളൂ, ക്വസ്റ്റ്യൻസ് വരുമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അതുപോലെ തന്നെ വേറെയും ചോദിക്കാം. Who introduced the concept of iconic stage? Iconic stage എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഇനി റീഅറേഞ്ച് ദ ഫോളോയിങ് ചോദിക്കും. എന്നിട്ട് ഈ സ്റ്റേജ് ഒക്കെ തെറ്റിച്ച് തന്നു തരും. ഈ സ്റ്റേജ് തെറ്റിച്ച് തരും, എന്നിട്ടൊക്കെ ഇത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ അല്ലെ? മിസ്, ഈ 3 സ്റ്റേജസും ഒരാള് തന്നെയല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അതെ, തിരിച്ച് മനസ്സിലായിട്ടുള്ള കൺഫ്യൂഷൻ വരും. അതാണ് സൈക്കോളജിയുടെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് റീഅറേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ ഓരോ സ്റ്റേജ് തെറ്റിച്ച് വരും. സിംബോളിക് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, എനാക്റ്റീവ്, അല്ലെങ്കിൽ ഐക്കോണിക്, സിംബോളിക്, ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്താണ് തീരെ പച്ചവെള്ളം പോലെ പഠിക്കണം. നിങ്ങള് വൈവക്കാണെങ്കിലും ചിലപ്പോൾ വൈവെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഇതൊക്കെ തിരിച്ചു പറയാൻ ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ പലർക്ക് പഠിച്ചിട്ട് പോന്നാ മതി കേട്ടോ. പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യമല്ലേ വൈവക്ക് ചോദിക്കേണ്ടത്? അല്ല, നിങ്ങൾ ഈ മോണ്ടിസോറി എന്തൊക്കെ പഠിച്ചിട്ടുള്ളത് എന്നെ വൈവ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ചോദിക്കും കേട്ടോ. ഉറപ്പാണ്. നിങ്ങൾ പഠിച്ച ഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ അത്യാവശ്യ കാര്യങ്ങള്. അപ്പൊ അതില് ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. തിയറി എന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ അത് പഠിച്ചിരിക്കുക. ഓക്കെ, മാം, ഇതേപോലെ തന്നെ മോള് ടെസ്റ്റിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന ടെസ്റ്റിലൊക്കെ കണ്ടാലുണ്ടല്ലോ, അപ്പൊ ലയൺ കണ്ടാല്, ടൈഗർ കണ്ടാല് എന്നൊക്കെ അമ്മ ഇതൊക്കെ എവിടെ ഉണ്ടാവുക, അത് എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ വെക്കേഷൻ മോളായിട്ട് സൂം കാണാൻ പോയി. അപ്പം നേരിട്ട് കണ്ടു. അപ്പോഴാണ് അവൾക്ക് അത് മനസ്സിലാവുന്നത്, ഇങ്ങനെയാണ് പിക്ചറിൽ കാണുന്ന പോലെയില്ല. ശരിയാണ് മിസ്. ഇനി കൊണ്ടുപോകുമ്പോഴാണ് അവര് കൂടുതലും അതൊക്കെ ഇത് ചെയ്യാ. ഇനി കാണുമ്പോ മോളെ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ഏത് സ്റ്റേജിലാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പഠിച്ചുകൊള്ളുമ്പോ. അപ്പൊ കുറെയൊക്കെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റഡ് ആവുമല്ലോ. അവർ ആ സ്റ്റേജിൽ ഇങ്ങനെയാണ് അവർ പ്രവർത്തിക്കുള്ളൂ, ഇതിങ്ങനെ അവർ പറയുള്ളൂ, ഇങ്ങനെ അവർ മനസ്സിലാക്കുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെ? നിങ്ങളിൽ ഒരുപാട് കുറെ കാര്യങ്ങൾ വ്യത്യാസം വരും. അങ്ങനെ ഒരുപാട് പേർക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പ് പഠിപ്പിച്ചു പോയ പല ബാച്ചിലെ കുട്ടികളും നടന്നു. ടീച്ചറെ എനിക്ക് മോനോട് ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷെ ഈ സ്റ്റേജസ് ഒക്കെ പഠിച്ചപ്പോ ഇവൻ ഈ സമയത്ത് ഇങ്ങനെയാണല്ലേ, അതുകൊണ്ടാണല്ലോ കുഞ്ഞ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, അത്
പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര വിഷമമായി പോയി എന്നാണ്. എന്ന് വെച്ചാൽ അറിയാത്ത ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. നേരത്തെ കല്യാണം കഴിഞ്ഞ എനിക്ക് അതൊന്നും അറിയേണ്ട പ്രായത്തിലല്ല വെച്ചാൽ ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് കുഞ്ഞിനോടാണ് കംപ്ലീറ്റ് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കോഴ്സൊക്കെ കഴിഞ്ഞ ഒരുവിധം ആയപ്പോ ആൾക്ക് ഒരുപാട് മാറ്റം വന്നു. അപ്പൊ ആളുടെ സംസാരിക്കുന്നത് നമുക്ക് മാറ്റം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ശരിക്കും നമ്മുടെ റിയൽ ലൈഫ് സ്റ്റഡീസ് ആണ് കംപ്ലീറ്റ് സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെ. കുറച്ചുകൂടി നമ്മുടെ കുട്ടികളെയൊക്കെ കുറച്ചുകൂടി കൂടുതൽ അടുത്തറിയാനായിട്ട് ഇത്തരം പാഠഭാഗങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇന്ന് പഠിച്ചത് വലിയ തിയറിയുടെ ഒരു ഏറ്റവും ചെറിയ ഭാഗമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ. വലിയൊരു തിയറിയാണ്, ചെറിയൊരു ഭാഗം പഠിച്ചിരിക്കുന്നത്. യെസ്, നെക്സ്റ്റ് വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത്, ഇതും ഒരു തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനൊരു എനിക്ക് തോന്നുന്നു ഇതിനൊരു പീരീഡ് തന്നെ വേണ്ടി വരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത് എടുക്കുള്ളൂ കേട്ടോ. കാരണം ഇതിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പഠിക്കാനായി. പക്ഷെ ഒരു തിയറിയുടെ 3ാമത്തെ സ്റ്റേജ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ. പഠിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പഠിക്കണം. അത് ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പൊ 4 സ്റ്റേജസ് ഉണ്ട്. 4 സ്റ്റേജസ് ആണ് പിയാഷയുടെ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്നൊരു സ്റ്റേജ് മാത്രമേ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പലർക്കും ഒരു സംശയം ചോദിക്കാം, ടീച്ചർ ഇതിന്റെ ഉള്ളിലുള്ളത് മാത്രം പഠിപ്പിച്ചാൽ പോരെ? ചോദിക്കാം അല്ലെ, ചോദിക്കാം, സ്വാഭാവികമായിട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ നമ്മുടെ കൂട്ടത്തില് പലരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമുള്ളവരുണ്ടാവും അല്ലെ. ഈ ഒരു മോണ്ടിസോറി കോഴ്സിൽ നിന്നായിരിക്കും ഇത്തരം സൈക്കോളജി ഡെവലപ്മെന്റ്സ് ഒക്കെ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേറൊരു ക്ലാസ് ഇതിനില്ല, നിങ്ങൾ പോയി പഠിക്കാൻ പോകുന്നില്ല അല്ലെ. നിങ്ങൾക്ക് ഇനി ആര് പഠിപ്പിച്ചു തരും? നമ്മളൊരു തിയറിയൊക്കെ പോയി കണ്ടെത്തി പഠിക്കുവോ? ഇല്ല, നമ്മളായിട്ട് പഠിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിപ്പിച്ചു തന്നെയാണ് കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരു ഭാഗം നമ്മൾ ഒരു തിയറി പഠിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് സൈക്കോളജി എങ്ങനെയാണ് കേട്ടോ. ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു രസം ഉണ്ടാവില്ല. ഒരു രസം ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. ഒരു തിയറി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് തിയറീസ് ഒക്കെ. നല്ല രസമാണ് പഠിക്കാനായിട്ട് സൈക്കോളജി തിയറി. സത്യം, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കോളജി. സൈക്കോളജി കഴിഞ്ഞിട്ട് ഞാൻ MSW അങ്ങനെ പോകാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് സൈക്കോളജി ഒന്നും കൂടി പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ടീച്ചിങ് എനിക്ക് ഇഷ്ടമായത് ഞാൻ ടീച്ചിങ് എടുത്തു. പക്ഷെ എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. നല്ല രസമാണ് അത് പഠിക്കാൻ. എന്നുവെച്ചാൽ നമുക്കിങ്ങനെ എല്ലാം കൂടി അതെ, അത് ഇത് പറഞ്ഞ ശരിയാണ്. കാരണം എനിക്കിത് കിട്ടിയിരിക്കുന്നത് എന്നെ പഠിപ്പിച്ച സൈക്കോളജി ടീച്ചറിന്റെ നിന്നാണ്. കാരണം ഇത്രയും വലിയ തിയറികളൊക്കെ ടീച്ചർ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അതേപോലെ പഠിപ്പിച്ചു തന്നത് ടീച്ചറാണ്. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ച സമയത്ത് ഇതൊക്കെ എന്തോ വലിയ സംഭവങ്ങളായിരുന്നു. വീടിന് പഠിക്കുമ്പോൾ സൈക്കോളജി അല്ലാതെ വേറെ സെപ്പറേറ്റ് പഠിച്ചപ്പോൾ. പക്ഷെ ടീച്ചർ അത് ഭയങ്കര ഒരു കഴിവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ വളരെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു തരുമ്പോഴല്ലോ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പഠിപ്പിച്ചു തരാനും അത് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൂടെയാണ് ഞാൻ ശരിക്കും എന്റെ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലൂടെയാണ് കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്തത്. അത് നേരിട്ട് സ്കൂളിൽ ഇത് നമുക്ക് ആവശ്യമില്ല അല്ലെ. സ്കൂളിൽ വേണ്ട, ഇത് ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോണ്ടിസോറിയിലാണ് സൈക്കോളജി എന്ന സബ്ജക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അല്ലെങ്കിൽ ഞാൻ വെറുതെ കുറെ കണ്ടന്റ്സ് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വല്ല മനസ്സിലാവും. ആ തിയറിയിൽ അങ്ങനെയാണ്, ഇത് ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം ഒക്കെ ഒന്നും മനസ്സിലാവില്ല. കുറച്ചുകൂടി ലൈവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലെ. അപ്പൊ പറഞ്ഞതിൽ സന്തോഷം കേട്ടോ ലിബിയ. ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറഞ്ഞത്. താങ്ക് യു. യെസ്, സൈക്കോളജി ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. ഇതേ ഇഷ്ടം പോലെ നമ്മളിവിടെ ബ്രാഞ്ചസ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ബ്രാഞ്ചസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ട്. പാരാ സൈക്കോളജി പഠിക്കും നമ്മള്. കുറെ സംഭവങ്ങളുണ്ട്, കുറെ പേടിപ്പിക്കുന്ന കുറെ ക്ലാസ്സുകൾ എത്താൻ പോകുന്നുണ്ട്. നമുക്ക് എന്തോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ഒക്കെ ഉണ്ടാവും നമുക്ക് പഠിക്കാൻ? ഫ്രോയിഡിന്റെ തിയറി ഉണ്ട്. ഫ്രോയിഡിന്റെ തിയറി ഉണ്ട്. എറിക്സന്റെ തിയറി ഉണ്ട്. എറിക്സന്റെ തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രുതിക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ. കേട്ടിട്ടുണ്ടോ? എറിക് എഡിസന്റെ ഒരു തിയറി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ 8 സ്റ്റേജ് ആണ് നമ്മുടെ ലൈഫിന്റെ. ഓക്കെ, പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ?
പക്ഷെ ആ സ്റ്റേജ് കണ്ടാലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ജീവിതത്തിൽ ഒരു സ്റ്റേജ് ഉണ്ടെന്ന് നമുക്ക് തോന്നുള്ളൂ. കാരണം നമ്മൾ ബാക്കിയുള്ള 7 കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷേ ഈശ്വര ദൈവമേ ജീവിതം തീരാറായെന്ന് പെട്ടെന്ന് അത് പഠിച്ചാൽ തോന്നും. അങ്ങനെ ലാസ്റ്റ് പഠിപ്പിക്കുള്ളൂ ചിലത്. ഇപ്പോഴേ ഒരു പഠിപ്പ് തോന്നണ്ട. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എനിക്ക് 8 പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറെ എനിക്ക് അധികം നാളിലുള്ള ടീച്ചറെ ഇനി ആകെ 10-40 വർഷം കൂടി ഉള്ള എന്റെ ജീവിതം തീരാറാണെന്ന് പേടിയായി ആൾക്ക്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഒരു സൈക്കോളജിസ്റ്റിന്റെ ചെറിയൊരു തിയറിയിൽ നമ്മുടെ ജീവിതമൊക്കെ ചുരുങ്ങി കണ്ടോ. അത്രയേ ഉള്ളൂ. സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്കൽ തിയറിയിൽ കുറെ കാര്യങ്ങൾ സത്യമാണ് അല്ലെ. അപ്പൊ അത് ആ തിയറി എനിക്കും പഠിപ്പിച്ചാലും വലിയ താല്പര്യമില്ല. നമ്മൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നത് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഭയങ്കര വിഷമം തോന്നി, ഇനി അധികം ജീവിതം ഇല്ലല്ലോ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ തിയറികളുണ്ട് സൈക്കോളജിയുടെ. പിന്നെ നമ്മൾ ബ്രാഞ്ചസ് പഠിക്കും. ചാപ്റ്റർ 6 നമ്മൾ ബ്രാഞ്ചസ് പഠിക്കുന്നുണ്ട്. അതിൽ വളരെ രസകരമായിട്ട് കുറെ ഫോറൻസിക് സൈക്കോളജി പഠിക്കാനുണ്ട്, പാരാസൈക്കോളജി ഉണ്ട്, അബ്നോർമൽ സൈക്കോളജി ഉണ്ട്. പിന്നെ എന്താണ്, നിങ്ങളുടെ മനസ്സിലേക്ക് ഒടിഞ്ഞെടുക്കുന്ന കുറെ പേടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. പേടി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതൊക്കെ സൈക്കോളജി റിലേറ്റഡ് തിയറീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. മിസ് ഇതൊക്കെ 4 മാസത്തിനുള്ളിൽ തീരുവോ? പിന്നെ ഞാനിപ്പോ ഇത് എത്രാമത്തെ ബാച്ചാന്ന് വെച്ച് ഞാൻ സൈക്കോളജി പഠിപ്പിക്കുന്നത്. നിങ്ങൾ 15ാമത്തെ ബാച്ചാണ്. 5ാമത്തെ ബാച്ചിൽ തുടങ്ങിയതാണ്. ഇതെല്ലാം പഠിച്ചു പോയിട്ടുണ്ട്. എല്ലാവരിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളിലും ഉണ്ടാവും വിചാരിക്കുന്നു. മിസ്സേ ഒന്നുകൂടി കുറച്ചും കൂടി അറിയാൻ ഐശ്വര്യ ചേച്ചി ഇതിലുണ്ട്. ഐശ്വര്യ ചേച്ചി കൗൺസിലറായിട്ട് വർക്ക് ചെയ്തതാ. കുറച്ചുകൂടി കാര്യങ്ങൾ ആളുടെ നമുക്ക് കിട്ടാം. ഐശ്വര്യക്ക് ഹിപ്നോട്ടിസം നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഐശ്വര്യ അല്ലേടോ? ഐശ്വര്യ പോയോ? മിസ് B.Ed പഠിച്ചപ്പോ ഇതെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു പഠിച്ചിട്ട് തിയറീസ്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഇല്ല മിസ്, ഞാൻ B.Com ആയിരുന്നു. ഫുൾ അക്കൗണ്ടിങ്, ബിസിനസ് അങ്ങനെയായിരുന്നു. എന്തോ ഞാൻ പഠിച്ചിട്ടുണ്ടോ? അതിന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ടാണ് അതിന് മിണ്ടാതിരിക്കുന്നത്. അതിന് ഇപ്പൊ എറിക്സന്റെ തീര് പഠിച്ചിട്ടില്ല. അനു പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അന്ന് പഠിച്ചിരുന്നപ്പോഴൊക്കെ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. നമ്മൾ ആ പഠിക്കണേന്റെ ഭാഗമായിട്ട് പഠിച്ചു പോയത്. ഇതൊക്കെയാണ് ലൈഫിലുള്ളതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചിരുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് വേറെ ഒന്നുമില്ലാന്ന്. നമ്മൾ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്ന പോലെ എല്ലാ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ. കുറെ കൂടി നമ്മളെ അറിയാൻ പറ്റും. നമ്മളെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ശരിക്കും നമ്മുടെ സ്വഭാവം വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക് ഉണ്ട് ഇതിൽ, ഡിഫൻസ് മെക്കാനിസം യൂണിറ്റ് 9 കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഡിഫൻസ് മെക്കാനിസം? നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന 12 തന്ത്രങ്ങളുണ്ട്. അതായത് നമുക്ക് ചില നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ട് 12 സ്ട്രാറ്റജീസ് പുറപ്പെടും നമ്മുടെ മനസ്സിൽ. അതിന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പഠിച്ചവർക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിച്ചത് വേറെയാണ്, ഇവിടെ വേറെയാണ്. ഇവിടെ കുറച്ചുകൂടി രസമായിരിക്കുള്ളൂ. അപ്പൊ നമ്മളത് ഓരോ സ്റ്റേജ് പറയുമ്പേ അയ്യോ ഇതെന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതെന്റെ സ്വഭാവമാണ്, ഇതെന്റെ സ്വഭാവം എന്ന് തോന്നും നമുക്ക്. അതേപോലെയാണ് ഈ ചർച്ചസ് പോകുന്നത്. ഓക്കെ, അപ്പൊ അവനവനെ തന്നെ വിലയിരുത്താനായിട്ട് പറ്റിയൊരു വേദിയാണ് ഇങ്ങനത്തെ ഇപ്പൊ. ഓക്കെ, അതിപ്പോ പഠിക്കാൻ സമയമുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി പഠിക്കും. ബ്രൂണറുടെ തിയറി വ്യക്തമായിട്ട് നിങ്ങൾ ഓരോ സ്റ്റേജും തെറ്റാതെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. ഒന്നുകൂടി കൂടി മാറിപ്പോകരുത്. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടേ ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തോന്നും 3 സ്റ്റേജ് അല്ലേ, ഇതൊക്കെ അല്ലേ നടക്കണമെന്ന് തോന്നും. പക്ഷെ ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെ ചോദിക്കും. ആ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ സ്റ്റേജിൽ എങ്ങനെ വരും, അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട. അല്ലാത്തവരുണ്ടാവും, ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട. എല്ലാവർക്കും എളുപ്പമാവുന്ന രീതിയിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഇടുള്ളൂ. പക്ഷെ ഇടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തരും എങ്ങനെ വരും എന്നുള്ളത് കേട്ടോ. യെസ്, പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി കഴിയുമ്പോൾ ടേം 1ന്റെ എക്സാം തുടങ്ങും. അറിയാമല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ചാപ്റ്റേഴ്സ് എടുത്തു പോകും കേട്ടോ. പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഓൺലൈനിലല്ലേ? ഓൺലൈനിലാണ്. ഇതേ ക്ലാസ് ടൈമിൽ തന്നെ ആയിരിക്കും അല്ലേ? ക്ലാസ് ടൈം ആയിരിക്കില്ല. ഒന്നല്ലെങ്കിൽ രാത്രി 7 മണി അങ്ങനെ ഒരു ടൈമായി, 7 to 8 അങ്ങനെയൊക്കെ ഒരു ടൈം ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ 2 to 3:30 അങ്ങനെ ഏതെങ്കിലും സമയത്ത്
നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യില്ലേ നമ്മുടെ ചാപ്റ്റർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒരു 100 എണ്ണോ 150 ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയായിരിക്കും പരീക്ഷ. യെസ്. അപ്പോ പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ പരീക്ഷ നടത്തുന്ന സമയത്ത് ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തപ്പിയുള്ള ഒരു പരിപാടി എനിക്ക് തോന്നുന്നത് വേണ്ടാന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. നിങ്ങൾ പഠിക്കുന്ന രീതിയിലൂടെ തന്നെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പല പേപ്പേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് സൈക്കോളജി കണ്ടാൽ നമുക്കൊരു അന്തവും കുന്തവും കിട്ടില്ല. കാരണം ഒരു മര്യാദ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ കൺഫ്യൂഷൻ ആവും. അപ്പൊ നിങ്ങൾ അങ്ങനെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അനുഭവം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരും ഏത് ഭാഗത്തു നിന്നാണ് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് തപ്പോ അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അപ്ലൈഡ് സൈക്കോളജിയിൽ ഇതാണ് ആൻസർ അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജിയിൽ അതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. മിസ് പറഞ്ഞു മോക്ക് ടെസ്റ്റിൽ വരുന്ന തന്നെ പഠിച്ചാ പോരെ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ എക്സാം ആവുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അത് വേണ്ട. അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കണം, ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ. അതീ കിടന്ന് അയ്യോ ടീച്ചർ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ, അതെന്നാൽ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. മിസ് കോളേജിൽ ഇതേപോലെ തന്നെ ലൈബ്രറിയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് എടുക്കുമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചത് നന്നായിട്ട് പഠിക്കും കോളേജ് ടൈമില്. പക്ഷെ അത് വരും ചെയ്യുമായിരുന്നു മിസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കും. അതിൽ അങ്ങനെ വരാറുണ്ടായിരുന്നു. പേപ്പറിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ഓൾറെഡി സൈക്കോളജി ഡെവലപ്മെന്റ് തിയറിയുടെ പേപ്പറിന്റെ മാത്രമാണ്. ബാക്കി നിങ്ങൾ ഏതാന്ന് വെച്ചാൽ പഠിച്ചു, ഒരു പ്രശ്നമില്ല. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കുള്ളൂ. എന്താണെന്നാവും നിങ്ങൾ ഭയങ്കര എന്തോരം കുട്ടികൾ അങ്ങനെ മെസ്സേജ് ഇടുന്നെന്ന് അറിയോ? ടീച്ചറെ അല്ലെങ്കിൽ ഇവിടെ ഗ്രൂപ്പിലൂടെ ഓഫീസിൽ വരും, ടീച്ചർ അതിങ്ങനെ വന്നു ഇതിങ്ങനെ പറഞ്ഞു, എന്നിട്ട് എന്താണ് വേറെ ക്വസ്റ്റ്യൻസ് തപ്പി പോയിട്ടാണ്. അത് ചിലപ്പോൾ ഞാൻ വരുന്നേക്ക് മുമ്പ് ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. അതായത് ഇവിടെ ഓൾറെഡി പഴയ ബാച്ചിൽ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അറിയാൻ പാടില്ല എങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതെനിക്ക് ആൻസർ ചെയ്ത് കൊടുക്കുന്നത് അത് ഞാൻ പഠിപ്പിക്കാത്ത ഭാഗങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ടാണ് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച ഓരോ ചാപ്റ്റർ കഴിയുമ്പോ മോക്ക് ടെസ്റ്റ് വരൂല. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് പഠിച്ച അതിൽ നിന്നൊക്കെ ആയിരിക്കൂലേ ക്വസ്റ്റ്യൻ? ആ ടൈപ്പിലായിരിക്കൂലേ വരുന്നത്? ഒരു പരിധി വരെ അതിൽ നിന്നായിരിക്കുള്ളൂ, ഒരു പരിധി വരെ. പക്ഷെ നമ്മൾ പുറത്തുനിന്നും ചോദിക്കും ക്വസ്റ്റ്യൻസ്. കാരണം നിങ്ങൾക്ക് എല്ലാ രീതിയിലും അറ്റൻഡ് ചെയ്യണ്ടേ. നിങ്ങൾ ഇത് പഠിച്ച ഭാഗം മാത്രം അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറിന് പറ്റിയ കാര്യമല്ല. മിസ്സുമാര് തന്നെയാണോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നത്? അല്ല അല്ലേ? അതേടോ, പഠിപ്പിക്കുന്ന ഞങ്ങൾ തന്നെ ഇട്ടുള്ളൂ. ധൈര്യമായിട്ടിരുന്നു, അങ്ങനെ പഠിക്കൊന്നും വേണ്ട. ഓക്കെ മിസ്. ഓക്കെ മിസ്സേ ഏത് മാസമായിട്ട് മിസ്സേ എക്സാം ഏത് മാസം എപ്പോഴത്തേക്കായിരിക്കും? നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡിസംബറോടുകൂടി ചിലപ്പോ ഉണ്ടാവായിരിക്കും എക്സാം കേട്ടോ. ഡിസംബർ ആദ്യത്തെ വീക്ക് എന്തായാലും ഉണ്ടാവും. മിക്ക പോർഷൻസ് ഫസ്റ്റ് പാർട്ടിലെല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞില്ലേ? എഡ്യൂക്കേഷൻ സൈക്കോളജി ആരെങ്കിലും എടുത്തോ? ഇല്ലല്ലോ, ആരും എടുത്തിട്ടില്ലല്ലോ. ഇല്ല 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 ഇല്ല. ഓക്കെ. പിന്നെ എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക കേട്ടോ. എല്ലാ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? മാം ഞാനാണ് സൈൻ ഔട്ട്. Ma'am, thank you ma'am for your wonderful class. Thank you everyone for attending this class. Today ma'am took very wonderful class about cognitive development. We got to know different developments in the different ages, and thank you ma'am. Okay, thank you so much. Thank you miss. Okay, thank you miss. Thank you miss. Thank you. നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. നിങ്ങളുടെ ഏത് ഇംഗ്ലീഷ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഡോർ തുറന്ന് നടക്കുകയായിരുന്നു മിസ്സിന്റെ വെള്ളം കുടിക്കാനായിട്ട് പുറത്തു പോയപ്പോ. അപ്പൊ ആരാണെന്നോ ഞാൻ എനിക്ക് ഫേസ് ഓർമ്മയുണ്ട്. നമ്മുടെ റോൾ പ്ലേ ചെയ്തപ്പോ അതിൽ അഭിനയിച്ച ഒരാളാണ്. പക്ഷെ നല്ല രീതിയിൽ സംസാരിക്കണ്ട ഇംഗ്ലീഷ് ഒക്കെ. ഏതോ ടോപ്പിക് വെച്ചിട്ട് പേര് എനിക്ക് അറിയില്ല, പക്ഷെ ഫേസ് കണ്ട നല്ല ഓർമ്മ. പക്ഷേ
ഗോപികയായിരിക്കും. ഗോപികയായിരിക്കും. ഗോപിക, യെസ്. അതെ, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഭയങ്കര നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാവർക്കും കേൾക്കാം, പുറത്തൊന്നും കേൾക്കാൻ ഞങ്ങൾ എല്ലാരും ക്ലാസ് എടുത്തിട്ടുണ്ട് മിസ്. പക്ഷെ ഞാൻ ഗോപിയുടെ കണ്ടത്, പക്ഷെ അത് രസമുണ്ടായി കേൾക്കും. ഭയങ്കര കാര്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് എന്നൊക്കെ ഇപ്പൊ ആ സബ്ജക്റ്റിന് എടുത്ത് നന്നായിട്ട് എടുത്തു മിസ്. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോ ആരെങ്കിലൊക്കെ ഇങ്ങനെ കയറി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വേറെ ടെൻഷൻ ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്മാർട്ട് സ്റ്റഡിയുള്ള ഇതുവരെയുള്ള യാത്രകൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? നല്ല എക്സ്പീരിയൻസ് ആണ് മിസ്. ഹാപ്പിയാണ് അല്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഫ്രൈഡേ നമുക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ഫ്രൈഡേ എന്ത് പരിപാടിയാണ് മിസ്? എന്തായിരിക്കും? ഇവിടെ നമ്മൾ മാത്രമല്ല പരിപാടി ആഘോഷിക്കാറുള്ളൂ. എന്ത് പരിപാടി നമ്മളെല്ലാം ആഘോഷിക്കുന്നത്? ഡിബേറ്റ് ആണോ മിസ്സേ? പിറ്റേ ദിവസം നവംബർ 1 കേരളപ്പിറവിയാണ്. പിറ്റേ ദിവസം അന്ന് നമ്മൾ കാണില്ല. അപ്പൊ നമുക്ക് തലേദിവസം ചെറിയ രീതിയിൽ ഒരു അരമണിക്കൂർ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. അരമണിക്കൂർ നിങ്ങൾക്ക് ആരൊന്നും പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. അപ്പൊ എന്താ ചെയ്യാൻ പറയുന്നത് അതങ്ങ് ചെയ്താൽ മതി കേട്ടോ. പ്രിപ്പറേഷൻ വേണ്ട. കേരളപ്പിറവിനെ കുറിച്ചാണെങ്കിൽ അതിനെ കുറിച്ച് നോക്കായിരുന്നു മിസ്. വേണ്ട പറയാണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്നാ പ്രിപ്പയർ ഞാനും കേറാതിരിക്കുന്നുള്ള നമുക്ക് പറഞ്ഞു കേട്ടോ. ഓക്കെ മിസ്. എന്താണ് അർച്ചന വിഷമിച്ചിരിക്കുന്നത്? അർച്ചന രാജേഷ്. ഒന്നുമില്ല മിസ്, വിഷമമൊന്നുമില്ല. വിഷമമൊന്നുമില്ല. കറണ്ട് ഇല്ല അവിടെ, ഇരുട്ടത്തിരിക്കുന്നു. മിസ് പറഞ്ഞതിന് തന്നെ വിഷമം ഇല്ലേ? ഓക്കെ, ബാക്കി എല്ലാവരും സുഖമായിരിക്കണം. എങ്ങനെയുണ്ട് ദീപാവലിക്ക്? എങ്ങനെയുണ്ടായിരുന്നു? എന്താ നന്നായിരുന്നു മിസ്. നന്നായിരുന്നു. ഇവിടെ ആഘോഷിച്ചില്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത റീൽസ് ഒക്കെ ഷെയർ ചെയ്തു മിസ്. ഷെയർ ചെയ്തു. ഓക്കെ, നബിയ എന്താ ഇത്ര എഴുതിക്കൊണ്ടിരിക്കണം നബിയ? നിങ്ങള് കുറച്ച് പേര് എല്ലാ ദിവസവും ക്യാമറ ബാക്കി എല്ലാവരും നോക്കിയിട്ട് എല്ലാവരും കാണാം കേട്ടോ. നിങ്ങളുടെയൊക്കെ മനസ്സിലിടക്ക് ഫേസ് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. കുറെ പേരൊക്കെ മൊബൈലിൽ മറന്നു പേരറിയില്ലെങ്കിലും ഇവർ എങ്ങനെയാണെങ്കിൽ എപ്പോഴും ഓൺ ചെയ്യുന്നത്. എനിക്ക് ഓൺ ചെയ്യാറില്ല മിസ്സേ. ഞാൻ എന്താ പറയുക, ഇവിടെ പവർ കട്ടാണ് മിസ്സേ. അതുകൊണ്ട് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു മിസ്സ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. ഡെയിലി ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ അപ്പൊ ഒരാൾക്ക് ഭയങ്കര ടെൻഷൻ ക്ലാസ് എടുക്കുമ്പോ. അപ്പൊ മിസ്സ് പറഞ്ഞു അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറ ഓൺ ആക്കാണ്ട് പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കുമ്പോ വരുന്ന ടെൻഷനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഇനി മുതൽ എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെക്കാം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. കുറച്ച് നാളുകളെ കാണുള്ളൂ അല്ലേ? അത്രയും നാൾ കണ്ടൂടെ നമുക്ക്? നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു.